മാജിക് ഇറേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഈ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഉണ്ട്, സാംസങ്ങിലും അതുപോലെ തന്നെ പിക്സൽ ഫോണിലൊക്കെ. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ നടന്നു പോകുന്നുണ്ട്, വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കാറ് പുറകിൽ വന്ന് നിൽപ്പുണ്ട്, ആ കാറിന് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഇങ്ങനൊരു ഫീച്ചറാണ്, ഭയങ്കര അടിപൊളിയാണ്. ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയുള്ള ഐഫോണിൻ്റെ അകത്ത് 2023 ഈ ഫീച്ചർ കൊണ്ടുവന്നില്ലെങ്കിൽ നാണക്കേടാണ്. ഐഫോൺ 13 Pro ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 13 Pro Max 14 Pro Max എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോൺ പലക പോലെ കയ്യിലിരിക്കും. ഈ ഫോണിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഫീച്ചർ ആപ്പിൾ കൊണ്ടുവരണം. സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ആപ്പും സ്പ്ലിറ്റ് ആക്കാൻ പറ്റണമെന്നുമില്ല. ഈ ബ്രൗസർ പോലെയുള്ള സാധനങ്ങൾ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതായത് ഇങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ വന്നു കഴിഞ്ഞാൽ ഐഫോൺ ചാത്തനായി പോകുമോ, അതോ ഐഫോണിൽ അങ്ങനെ ഒരു ഫീച്ചർ നല്ലതാണോ എന്നുള്ളത് ഒന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണേ. ആൻഡ്രോയിഡിൽ APK ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾക്കുണ്ടോ? അതായത് നമുക്ക് ഈ ക്രാക്ക് ഗെയിമുകളും അല്ലെങ്കിൽ മോഡ് ചെയ്തിട്ടുള്ള ഗെയിമുകളും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട ഗെയിമുകളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ APK യൂസ് ചെയ്യാം. അതുമല്ല, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കിണ്ടിക്കളഞ്ഞ സാധനങ്ങളെയൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ APK വേണം. ഇതേപോലെ ഐഫോണിൻ്റെ അകത്ത് 2023 ആപ്പിൾ തന്നെ ഒഫീഷ്യലി പറയുന്നുണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നേക്കാന്ന്. അവിടെ ഒരു പ്രശ്നമുണ്ട്, എന്തോന്ന് അറിയാമോ? ചിലർ ഈ ഒരു ഫീച്ചർ നോക്കി മാത്രമാണ് ഐഫോൺ എടുക്കുന്നത്, പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളവന് ഐഫോണിൽ ഇപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്. ഓക്കെ, ആപ്പിൾ ഒഫീഷ്യലി കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചുകൂടി സെക്യൂർ ആക്കി തന്നെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫൈനലി എനിക്ക് പറയാനുള്ളത്, ആപ്പിളിൽ ഉറപ്പായിട്ട്, അതായത് ഐഫോണിൻ്റെ അകത്ത് ഉറപ്പായിട്ടും വന്നിരിക്കേണ്ടത് ഒരു നല്ല ഫയൽ മാനേജർ. ഇത്രയും ദാരിദ്ര്യം പിടിച്ച, ഇത്രയും തഴുപ്പണം കെട്ട ഒരു ഫയൽ മാനേജർ വേറെ കാണൂല. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് എത്രയൊക്കെ സൈസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഐഫോൺ യൂസറിന് നോക്കാൻ പറ്റൂല. നിങ്ങൾ ഒന്നിൽ യൂട്യൂബിൽ നോക്കണം, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കണം. അത്രത്തോളം വൃത്തിയായിട്ട ഒരു ഫയൽ മാനേജറാണ്. കുറച്ചുകൂടി സോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി പച്ചയായ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഫയൽ മാനേജർ ഉറപ്പായിട്ടും ഐഫോണിൻ്റെ അകത്ത് വേണം. ഐഫോണിനെ താഴ്ത്തി പറയുന്നതല്ല, ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഡോക്യുമെൻ്റ് മാനേജ് ചെയ്യുന്നതായാലും വേറെ PDF മാനേജ് ചെയ്യുന്നതായാലും എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൻ്റെ ആവശ്യം പോലും ഇല്ല. സിമ്പിളായിട്ട്, ഐഫോൺ സിമ്പിൾ എന്നല്ലേ പറയുന്നത്, അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള ഫയൽ മാനേജർ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഐഫോണാണ്. അപ്പോൾ യെസ്, ഡിയർ ആപ്പിൾ, ബാക്ക് പോകാനായിട്ട് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് താഴെ ഒരു ബട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കുന്നത് അത്ര പണി പിടിച്ച പരിപാടിയല്ല എന്ന് എനിക്കറിയാം. വെച്ചാൽ സന്തോഷം. iPhone 14 Pro Max യൂസ് ചെയ്യുന്ന വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവന്മാർ ഒരു കൈ വെച്ച് ചിലപ്പോൾ ഫുഡ് കഴിക്കുകയായിരിക്കും, എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും, ബാക്ക് പോകണം. എങ്ങനെ പോവും? മൂക്ക് വെച്ച് പോവോ? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നന്നായി. ആൻഡ്രോയിഡ് ബൈ.